ഓക്കെ, ആവർത്തനം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ശ്രദ്ധിച്ച് കേൾക്കാം. വസ്തുവുണ്ട്, OB ഉണ്ട്, അതേപോലെ പ്രതിബിംബം എന്തുണ്ട്, IMഉം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലാക്കുന്ന കാര്യം, ആവർത്തനം എന്ന് പറഞ്ഞാൽ ആവർത്തനം, ആ പേരിൽ തന്നെ ആവർത്തിക്കുക. അതായത് ഈ ഒരു വസ്തുവിനേക്കാൾ എത്രത്തോളം, ഈ വസ്തു എത്രത്തോളം ആവർത്തിച്ചാലാണ് പ്രതിബിംബം കിട്ടുക, അതായത് ഈ വസ്തുവിൻ്റെ എത്ര മടങ്ങാണ്, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ വസ്തുവിൻ്റെ എത്ര മടങ്ങാണ് പ്രതിബിംബം എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആവർത്തനം എന്നുള്ള സാധനം നോക്കുന്നത്. അപ്പോൾ ആവർത്തനം എന്ന് പറഞ്ഞാൽ വസ്തുവിനേക്കാൾ എത്ര മടങ്ങാണ് പ്രതിബിംബം എന്നുള്ള കാര്യമാണ് എന്ത് ആവർത്തനത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ചെറിയ മാത്സിലൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു 2 ഉണ്ട്, 2 എന്നുള്ള സംഖ്യ ഉണ്ട്, 4 എന്നുള്ള സംഖ്യ ഉണ്ട്. ഇവിടെ ചോദിക്കുകയാണ് ഈ 2 എത്ര മടങ്ങാണ് 4 എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മളെങ്ങനെ സാധാരണ കണ്ടുപിടിക്കുക, ഈ 4 എന്ത് ചെയ്യും, ഈ 2 കൊണ്ട് ഹരിക്കും. അപ്പോൾ എന്ത് കിട്ടും, 4/2 2. അതായത് ഈ 2ൻ്റെ 2 മടങ്ങാണ് എന്ത്, 4 അല്ലേ. അത് ഈ സംഭവത്തിന് എന്ത് 2 കൊണ്ട് ഹരിക്കും. അതേപോലെ ചോദ്യം ചോദിക്കുകയാണ് ഈ വസ്തുവിനേക്കാൾ എത്ര മടങ്ങാണ് പ്രതിബിംബം, എന്താണ് വസ്തുവിനേക്കാൾ എത്ര മടങ്ങാണ് പ്രതിബിംബം. അതിന് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ വസ്തുവിന് നമ്മൾ ഒബ്ജക്റ്റ് എന്നുള്ള ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിന് നമ്മൾ എന്ത് വിളിക്കാം, HO എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം, HO. ഇനി ഈ പ്രതിബിംബത്തിന് ഇമേജ് നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കാം. അതായത് പ്രതിബിംബത്തിന് ഇമേജ് എന്ന് വിളിക്കുമ്പോൾ HI എന്ന് വിളിക്കും. എന്ത് വിളിക്കാം, HI ആണ് എന്ത്, ഈ ഒരു ദൂരത്ത് നമ്മൾ അടയാളപ്പെടുത്താം. അതേപോലെ തന്നെ ഈ ഒരു ദൂരത്ത് നമ്മൾ അടയാളപ്പെടുത്താം HO. അതായത് വസ്തുവിൻ്റെ ഉയരം HO, പ്രതിബിംബത്തിൻ്റെ ഉയരം HI. ഇത് മനസ്സിലാക്കി വെക്കട്ടോ. അപ്പോൾ അങ്ങോട്ട് ചോദിക്കുകയാണ് HO വസ്തുവിൻ്റെ എത്ര മടങ്ങാണ് HI എന്ന് ചോദിക്കാം. അപ്പോൾ അങ്ങനെ പറയാം, ഇതേപോലെ ആലോചിച്ച് നോക്കുക, 2ൻ്റെ എത്ര മടങ്ങാണ് 4 എന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്ത് 4 2 കൊണ്ട് ഹരിച്ചു. നിങ്ങൾ ചോദിക്കുകയാണ് ഈ വസ്തുവിൻ്റെ എത്ര മടങ്ങാണ് പ്രതിബിംബം എന്ന് ചോദിച്ചു. അതായത് വസ്തുവിൻ്റെ എത്ര മടങ്ങാണ് പ്രതിബിംബം എന്ന് ചോദിച്ചു. അപ്പോൾ എന്താ ചെയ്യുക, ഈ HIനെ എന്ത് ചെയ്യും, HIനെ കൊണ്ട് ആരായിരിക്കും, HO ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ സമവാക്യം, ആവർത്തനത്തിൻ്റെ സമവാക്യം. ഓക്കെ, ആവർത്തനത്തിന് 2 ഇക്വേഷൻ ഉണ്ട്. ഒന്നാമത്തത് M എന്നാണ് ആവർത്തനം, മാഗ്നിഫിക്കേഷൻ എന്നാണ് ആവർത്തനത്തിന് ഇംഗ്ലീഷിൽ പറയാം. അതുകൊണ്ട് M നമ്മൾ ഇട്ടു. അപ്പോൾ ആവർത്തനം സമം HI/HO. HI എന്ന് പറഞ്ഞാൽ പ്രതിബിംബത്തിൻ്റെ ഉയരം, അതേപോലെ HO എന്ന് പറഞ്ഞാൽ എന്താണ്, വസ്തുവിൻ്റെ ഉയരം. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇതേപോലെ വേറൊരു ഇക്വേഷൻ കൂടിയുണ്ട്, V/U. V എന്ന് പറഞ്ഞാൽ പ്രതിബിംബത്തിലേക്കുള്ള അകലം, U എന്ന് പറഞ്ഞാൽ വസ്തുവിലേക്കുള്ള അകലം. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ. അപ്പോൾ ഈ ആവർത്തനത്തിന് 2 ഇക്വേഷൻ ഉള്ളത്, ഒന്ന് M HI/HO, അല്ലെങ്കിൽ M V/U. റെഡി ആണല്ലോ, റെഡി. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, മനസ്സിലാക്കുന്ന കാര്യം. അപ്പോൾ ഈ 2 ഇക്വേഷൻ വെച്ച് നമുക്ക് ആവർത്തനം കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ചില ഇക്വേഷന് പ്രോബ്ലം വരുമ്പോൾ പറഞ്ഞുതരാം, അതായത് ഈ 3 തരും, ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഈ 4 കണ്ടുപിടിക്കാം, 4 കണ്ടുപിടിക്കാം. ചിലപ്പം ഈ 3 ആൾക്കാർ തരും, ഇയാൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഈ 4ാമത്തെ ആളെ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ സിമ്പിളായിട്ട് എമ്മിൻ്റെ ഇക്വേഷൻ ആയിട്ട് ചോദിക്കും. എമ്മിൻ്റെ ഇക്വേഷനിൽ HIയും HOയും തരും, M കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ആവർത്തനത്തിൻ്റെ ഇക്വേഷൻ. മനസ്സിലാക്കുക, ആവർത്തനം എന്നുള്ള സിമ്പിളി എന്താണ്, വസ്തുവിനേക്കാൾ എത്ര മടങ്ങാണ് പ്രതിബിംബം എന്നുള്ളതാണ് ആവർത്തനം എന്ന് പറയാം കേട്ടോ. ചിലപ്പം ചില കേസിൽ വസ്തു വലുപ്പം ഉണ്ടാവും, ഈ പ്രതിബിംബം ചെറുതേക്കാരം. അപ്പോഴും സെയിം ഇക്വേഷൻ തന്നെയാണ്, മാറ്റമൊന്നുമില്ല കേട്ടോ. ശ്രദ്ധിക്കുന്ന കാര്യം ആവും. ഇനി മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു, ഇക്വേഷൻ പഠിച്ചു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് കാർട്ടീഷ്യൻ ചിഹ്ന രീതി. എന്താണ് കാർട്ടീഷ്യൻ ചിഹ്ന രീതി? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇക്വേഷനൊക്കെ പഠിച്ചാലും ഇക്വേഷനൊക്കെ പഠിച്ചാലും കാർട്ടീഷ്യൻ ചിഹ്ന രീതി പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, ഒരു കാര്യമില്ല, ഇക്വേഷൻ പഠിച്ചതിന് ഒരു ഉപകാരം നമുക്ക് കിട്ടില്ല. അപ്പോൾ കാർട്ടീഷ്യൻ ചിഹ്ന രീതി എന്താണെന്ന് പറയാൻ പോകണം. ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മനസ്സിലാവുള്ളൂ. കാരണം ഇത് കുറച്ച് പോയിൻറ്റ്സ് കൂട്ടി ചേർത്തൊരു പോയിൻ്റാണ് പറയാൻ പോകണം കേട്ടോ. സിമ്പിളാണ്. F ഉണ്ട്, 2F ഉണ്ട്, മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, കാർട്ടീഷ്യൻ ചിഹ്ന രീതി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിൾ കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഒരു വസ്തു ഇവിടെ വെച്ചു, 2Fനും Fനും ഒരു വസ്തു വെച്ചു. റെഡിയാണല്ലോ. ഓക്കെ, ഇപ്പോൾ വസ്തു ഇവിടെ വെച്ചാൽ വസ്തുവിൽ നിന്ന് പ്രകാശം ലെൻസിലൂടെ കടന്നു പോകും. അതായത് പ്രകാശം പോകുന്ന ദിശ, ഈ ദിശയിലാണ് പ്രകാശം പോകുന്നത് അല്ലേ. റെഡി. നമുക്കറിയാം വസ്തുവിൽ നിന്നും ലെൻസിലേക്ക് അല്ലെങ്കിൽ പ്രകാശക കേന്ദ്രത്തിലേക്കുള്ള അകലം U എന്ന പേരിൽ അറിയപ്പെടും. ഇനി അതേപോലെ 2F ഒരു പ്രതിബിംബം ഉണ്ടായി. അപ്പോൾ ഈ ഒരു അകലത്തിൽ എന്ത് പേര് വിളിക്കും, V എന്ന് പേര് വിളിക്കും. റെഡിയാണല്ലോ. ഓക്കെ, മനസ്സിലാക്കണം. പിന്നെ അതേപോലെ ഇവിടെ നിന്ന് കണ്ട് എന്തുണ്ട്, ഫോക്കസ് ദൂരം F ഉണ്ട്. റെഡിയാണല്ലോ. ഇനി മനസ്സിലാക്കണം, ഇവർക്ക് ചിഹ്നം എന്ന് പറഞ്ഞാൽ പ്ലസ്സോ മൈനസോ ചിഹ്നം അതെങ്ങനെ കൊടുക്കണമെന്നാണ് ചോദ്യം. സിമ്പിളായിട്ട് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പ്രകാശം ഈ ദിശയിലാണ് പോകുന്നതെങ്കിൽ ഈ ദിശയിൽ എടുക്കുന്ന അളവുകൾ ഫുള്ള് പോസിറ്റീവ് ആയിരിക്കും. അതിന് ഓപ്പോസിറ്റ് ദിശയിൽ, പ്രകാശം പോകുന്ന ദിശയ്ക്ക് ഓപ്പോസിറ്റ് ദിശയിൽ അളക്കുന്ന അളവുകൾ ഫുൾ എന്തേക്കാം, നെഗറ്റീവ് ആയിരിക്കും. സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഈ സൈഡിൽ അളക്കുന്ന അളവുകൾ ഫുള്ള് പോസിറ്റീവും, ഈ സൈഡിൽ അളക്കുന്ന അളവുകൾ ഫുൾ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ കേസിലാണെങ്കിൽ നോക്കി ഈ കേസിൽ U ഉണ്ട്, F ഉണ്ട്, V ഉണ്ട്.
വി ഈ സൈഡിലേക്കാണ് അളക്കുന്നത്, പ്രകാശം ഈ ദിശയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ സൈഡിലേക്ക് നമ്മൾ അളക്കുന്നത്, അപ്പോൾ ഈ ദിശയിലേക്ക് അളക്കുന്നത് കൊണ്ട് വി എന്തേക്കാരം പോസിറ്റീവ് ആയിരിക്കും. കാരണം പ്രകാശം പോകുന്ന അതേ ദിശയിലേക്കാണ് അതേ സൈഡിലാണ് എന്തുള്ളത് വീഴുന്നത്. പക്ഷേ പ്രകാശം പോകുന്ന ഓപ്പോസിറ്റ് സൈഡിലാണ്, ഈ ലെൻസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ആരുള്ളത്, യു ഉള്ളത്. അപ്പോൾ യു എന്തേക്കാരം നെഗറ്റീവ് ആയിരിക്കും. ഇനി എഫ് എന്തേക്കാരം, എഫ് പ്രകാശം പോകുന്ന അതേ സൈഡിലായതുകൊണ്ട് കാരണം നമുക്ക് ഓർമ്മ ഉണ്ട് കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ ഇവിടെ ചിത്രം കാണിച്ചു തരാം. ദാറ്റ് കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ പ്രകാശം ഇവിടുന്ന് പോകുമ്പോൾ ഫോക്കസ് ദൂരം അപ്പുറത്തായിരിക്കും അല്ലേ, പ്രകാശം അവിടുന്ന് വരുമ്പോൾ ഫോക്കസ് ദൂരം ഇപ്പുറത്തായിരിക്കും. ഇപ്പോൾ ഈ കേസിൽ നോക്കി പ്രകാശം ഇവിടുന്ന് അങ്ങോട്ടാണ് പോകുന്നത്, അപ്പോൾ ഫോക്കസ് ദൂരം അപ്പുറത്താണ്. അപ്പോൾ എന്തായാലും എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. ഈ പ്രകാശം അവിടുന്ന് വരികയാണെങ്കിൽ ഈ സൈഡ് പോസിറ്റീവ്. അപ്പോൾ എഫ് എന്തായാലും സിമ്പിൾ മനസ്സിലാക്കുന്ന കാര്യം, കോൺവെക്സ് ലെൻസ് ആണോ ഫോക്കസ് ദൂരം എന്തേക്കാരം കണ്ണും പൂട്ടി എന്തെല്ലാം പോസിറ്റീവ് ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നമ്പറിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞത്, കാരണം ഇത് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്പറിൻ്റെ കേസിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ചെറിയ ചിത്രം വരച്ചു. ഇപ്പോൾ എക്സാമിന് തരാണ് ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. ആ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഫോക്കസ് ദൂരം ഉണ്ട്, എഫ് ഉണ്ട് രണ്ട് സൈഡിലും, ഇവിടെ 2f ഉണ്ട്, ഇവിടെ എന്തുണ്ട് 2f ഉണ്ട്. ഞാൻ പ്രോബ്ലം എങ്ങനെയാണ്, ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്ററാണ്. റെഡിയാണല്ലോ, ഫോക്കസ് ദൂരം സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്ററാണ്. ഈ ലെൻസിൽ നിന്നും ഒരു 6 സെൻറ്റിമീറ്റർ അകലെ എന്ത് ചെയ്തു ഒരു വസ്തു വെച്ചു. 6 സെൻറ്റിമീറ്റർ അകലെ എന്ത് വെച്ചു ഒരു വസ്തു വെച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, 6 സെൻറ്റിമീറ്റർ അകലെ വസ്തു വെച്ചാൽ ഇത്ര സെൻറ്റിമീറ്റർ അകലെ ഏകദേശം ഒരു ഇത് കറക്റ്റ് ആവണമെന്നില്ല, ഏകദേശം എന്ത് ചെയ്തു ഒരു 12 വേണ്ട ഒരു 20 സെൻറ്റിമീറ്റർ അകലെ എന്ത് കിട്ടി പ്രതിബിംബം കിട്ടി വിചാരിച്ചോ. നിങ്ങളോട് ചോദിക്കുകയാണ്, ഇങ്ങനെ തന്നാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതെന്ത് ചെയ്യും, ആദ്യം തന്നുള്ള ആൾക്കാരെ വെച്ചിട്ട് തന്നുള്ള ആൾക്കാരെ നമ്മൾ എടുത്ത് ചെയ്തണം. ഇവിടെ യു ഉണ്ട്, എഫ് ഉണ്ട്, വി ഉണ്ട്. റെഡി, ഇവരെങ്ങനെ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രം കാണിച്ചതാണ്, ഈ അളവുകൾ കറക്റ്റ് ആവണമെന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ 4 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ കണ്ണും പൂട്ടി പ്ലസ് ഇടാം. 4 സെൻറ്റിമീറ്റർ ആണ് ഫോക്കസ് ദൂരം, കണ്ണും പൂട്ടി എന്തിട്ടു പ്ലസ്, അപ്പോൾ പ്ലസ് 4 സെൻറ്റിമീറ്റർ ആണ് ഫോക്കസ് ദൂരം. ഇനി നമുക്ക് എന്ത് കിട്ടി, ഈ പ്രതിബിംബത്തിലേക്കുള്ള അകലം എത്ര, 20 സെൻറ്റിമീറ്റർ ആണ്. 20 സെൻറ്റിമീറ്റർ എടുത്തു. ഓക്കെ, പ്രകാശം പോകുന്ന അതേ ദിശയിൽ അതുകൊണ്ട് എന്തെങ്കിലും പ്ലസ് ആയിരിക്കും, പ്ലസ് ഇട്ട് എടുത്തു. ഇനി വസ്തുവിലേക്കുള്ള അകലം എത്ര, 6 സെൻറ്റിമീറ്റർ ആണ്. ആ 6 സെൻറ്റിമീറ്റർ ഇവിടെ എഴുതി. പക്ഷേ പ്രകാശം പോകുന്നതിൻ്റെ ലെൻസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് എന്ത് ഈ അളവുള്ളത്, അപ്പോൾ എന്തും മൈനസ് വരും. അപ്പോൾ ഏകദേശം എങ്ങനെയാണ് പ്ലസും മൈനസ് ഇട്ട് കൊടുക്കുന്ന കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇതേപോലെ വേറൊരു കാര്യം കൂടി, നമ്മൾ HIയും HOയും പറഞ്ഞ ഓർമ്മയുണ്ടാവും. HIയും HOയും നമ്മൾ ആവർത്തനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആവർത്തനം തൊട്ട് മുമ്പ് ആവർത്തനം പറഞ്ഞപ്പോൾ HIയും HOയും പറഞ്ഞിട്ടുണ്ട്. HI എന്ന് പറഞ്ഞാൽ പ്രതിബിംബത്തിൻ്റെ ഉയരം, HO എന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ ഉയരം. ആ കേസ് നോക്കുമ്പോൾ HI എന്ന് പറഞ്ഞാൽ താഴത്തേക്കാണ്. അപ്പോൾ ഈ വരക്ക് താഴത്തേക്കുള്ളത് ഫുൾ നെഗറ്റീവും ഈ വരക്ക് മുകൾക്കുള്ള ഫുൾ എന്താക്കി എടുക്കണം പോസിറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ ചിലപ്പം ക്യാമറയിൽ നിന്ന് ഇത് മാറുന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാൻ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കട്ടോ. അവരുടെ ഫോക്കസ് പോയിന്റിൽ നിന്ന് പേപ്പർ ബാക്കൊക്കെ പോവുകയാണെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റിൽ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ HI ഇവിടുന്ന് താഴത്തേക്ക് നെഗറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ HI ഇവിടെ എന്തേക്കാരം നെഗറ്റീവ് ആയിരിക്കും, HO എന്തേക്കാരം പോസിറ്റീവ് ആയിരിക്കും. ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. എക്സാമ്പിൾ ആണെങ്കിൽ ഇതൊരു 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഒരു 2 സെൻറ്റിമീറ്റർ വസ്തുവിൻ്റെ പ്രതിബിംബത്തിൻ്റെ വലിപ്പം, 1 സെൻറ്റിമീറ്റർ വസ്തുവിൻ്റെ വലിപ്പമാണെങ്കിൽ HO എന്ന് പറഞ്ഞാൽ എന്തേക്കാരം പ്ലസ് 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. HI എന്ന് പറഞ്ഞാൽ ഇവിടെ 2 സെൻറ്റിമീറ്റർ നമ്മൾ കൊടുത്തത്, അപ്പോൾ 2 സെൻറ്റിമീറ്റർ ആണ്, പക്ഷേ എന്തേക്കാരം മൈനസ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാർട്ടീഷ്യൻ ചിഹ്ന രീതി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയൊരു സാധനമാണ്, മനസ്സിലാക്കി വെക്കാം കാർട്ടീഷ്യൻ ചിഹ്ന രീതി കേട്ടോ. ബാക്കി പ്രോബ്ലംസൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാൻ പറ്റും നോക്കാം. റെഡി.